Hello everyone, welcome to the Eye Opener video of Thanam Smart Savings and Investment Solutions. 2025 പൊതുമേഖലാ സ്ഥാപനങ്ങൾ അഥവാ PSU സ്റ്റോക്കുകൾക്ക് ഇന്ത്യൻ ഓഹരി വിപണിയിൽ വലിയ മൂല്യമുണ്ട്. പ്രധാനമായും ഇത് സർക്കാർ ഉടമസ്ഥതയുടെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളായതിനാൽ സ്റ്റെബിലിറ്റിയും ശക്തമായ അടിസ്ഥാനങ്ങളും വാഗ്ദാനം ചെയ്യുന്നു. 2025 പ്രധാനപ്പെട്ട പൊതുമേഖലാ സ്ഥാപനങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പബ്ലിക് സെക്ടറുകളിൽ എണ്ണ, ബാങ്കിംഗ് മേഖലകളിലെ കമ്പനികൾ എന്നിവ പ്രധാന സ്റ്റോക്കുകളാണ്. റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, റിഫൈനിങ്, വിപണനം എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഇന്റഗ്രേറ്റഡ് എനർജി സിസ്റ്റം എണ്ണ മേഖലയെ ഉൾക്കൊള്ളുന്നു. ഇന്ത്യയുടെ എനർജി സെക്യൂരിറ്റീസിലും എക്കണോമിക് ഗ്രോത്തിലും പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. 2025 ശ്രദ്ധിക്കേണ്ട മികച്ച പ്രധാനപ്പെട്ട പൊതുമേഖലാ ഓഹരികളുടെ വിശദാംശങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ ലിമിറ്റഡ്. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ ലിമിറ്റഡ് ONGC രാജ്യത്തെ ഏറ്റവും വലിയ സർക്കാർ ഉടമസ്ഥതയിലുള്ള ഓയിൽ ഗ്യാസ് എക്സ്പ്ലോറേഴ്സും പ്രൊഡ്യൂസേഴ്സുമാണ്. ഇന്ത്യയുടെ ആഭ്യന്തര ഉൽപാദന ക്രൂഡ് ഓയിലിന്റെ 70%, നാച്ചുറൽ ഗ്യാസിന്റെ 84% ഇവിടെയാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. 1956 ഓഗസ്റ്റ് 14 സ്ഥാപിതമായതും ഡൽഹിയിൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്നതുമായ ഇന്ത്യ ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയത്തിന്റെ കീഴിലുള്ളതുമായ ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് ONGC. 2010 നവംബറിൽ ഇന്ത്യ ഗവൺമെന്റ് മഹാരത്ന പദവി കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ട്. ടെക്നിക്കൽ പെർഫോമൻസ്. വളരെ നല്ല ടെക്നിക്കൽ പെർഫോമൻസ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. വീക്ക്ലി, മന്ത്ലി, ഇയർലി, 2 ഇയർലി ചാർട്ടുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഷെയർ ഹോൾഡിംഗ്. പ്രൊമോട്ടർ 58.89%, FII 8.12%, DII 29.34%, പബ്ലിക് 3.65%. ഇമ്പോർട്ടന്റ് റേഷ്യോസ്. നെറ്റ് പ്രോഫിറ്റ് 54,704.81, ഏർണിംഗ് പെർ ഷെയർ 39.13, റേഷ്യോസ് 14.6. ടെക്നിക്കൽ ലെവൽസ്. ഓൾ ടൈം ഹൈ 345, 52 വീക്ക് ഹൈ 345, ലാസ്റ്റ് വീക്ക് ഹൈ 262. ശക്തമായ ഡൊമസ്റ്റിക് പ്രസൻസും സ്ട്രാറ്റജിക് ഓഫ്ഷോർ പദ്ധതികളുമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ അപ്സ്ട്രീം ഓയിൽ ആൻഡ് ഗ്യാസ് പര്യവേഷണ പ്രൊഡക്ഷൻ ഏജൻസിയാണ് ONGC. ഈസ്റ്റേൺ ഓഫ്ഷോർ ഫീൽഡുകളിൽ നിന്നുള്ള പ്രൊഡക്ഷൻ ഗ്രോത്തും വിൻഫാൾ ടാക്സ് നീക്കം ചെയ്യാനുള്ള സാധ്യതയും ഉൾപ്പെടെ ഒന്നിലധികം ട്രിഗറുകൾ കാരണം 2025 കമ്പനി ഗണ്യമായ വളർച്ചയുടെ പാതയിലാണ്. വർഷാവസാനത്തോടെ ആഭ്യന്തര ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ് ഉൽപാദനം എന്നിവ യഥാക്രമം 10%, 20% വരെ വർദ്ധിക്കുമെന്നാണ് കരുതുന്നത്. പെർഫോമൻസ് ഹൈലൈറ്റുകൾ. വരുമാനവും മാർക്കറ്റ് കോൺഫിഡൻസും കൊണ്ട് ONGC ഉയർന്ന ഉൽപാദനം കൈവരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബ്രന്റ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $76 മുകളിൽ വ്യാപാരം ചെയ്യുന്നതും നികുതി ഇളവുകൾക്ക് സാധ്യതയുള്ളതുമായതിനാൽ ONGCയുടെ റിയലൈസേഷൻ ബാരലിന് $75 കടന്നേക്കാം. ഇത് നല്ലൊരു പ്രോഫിറ്റ് നേടാൻ കമ്പനിക്ക് കാരണമാകും. ഡിവിഡൻഡ് അപ്പീൽ. ആകർഷകമായ 6% ഡിവിഡൻഡ് ഈൽഡ് വാഗ്ദാനം ചെയ്യുന്നതിനാൽ വരുമാനം തേടുന്ന നിക്ഷേപകർക്ക് ഇത് മികച്ച ഒരു സെലക്ഷനായി മാറും. നിലവിലെ മൂല്യനിർണ്ണയ സ്ഥിതി വിവര കണക്കുകൾ പ്രകാരം ശക്തമായ അടിസ്ഥാന കാര്യങ്ങൾ ഉണ്ടായിരുന്നിട്ടും ONGC താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ലോവർ പ്രൈസിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ശ്രദ്ധേയമായ ഒരു ഓഫർ അല്ലെന്നുണ്ടെങ്കിൽ ഒരു പോസിബിലിറ്റി നമുക്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. മാർക്കറ്റ് മൂവ്സ്. ശക്തമായ റിഫൈനിങ് മാർജിനുകളും ആഗോള ക്രൂഡ് ഓയിൽ വിലയിലെ ഉയർച്ചയും ഉൾപ്പെടെയുള്ള റീസെന്റ് ചേഞ്ചസ് ONGCയിലും മറ്റ് ഓയിൽ സെക്ടർ സ്റ്റോക്കുകളിലും നല്ലൊരു റാലിക്ക് കാരണമായേക്കാം. ഡിസംബറിൽ ONGC ഓഹരികൾ ഏകദേശം 4% ഉയർന്നിട്ടുണ്ട്. ബ്രന്റ് ക്രൂഡ് ഓയിൽ വില 2 മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അനലിസ്റ്റുകളുടെ അഭിപ്രായത്തിൽ ടാർഗറ്റ് വില 375 കൂടുതലാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സ്റ്റോക്ക് പെർഫോമൻസ്. ONGCയുടെ സ്റ്റോക്കുകൾ കഴിഞ്ഞ 12 മാസത്തിനിടെ ഏകദേശം 17%, നിഫ്റ്റി 50.98% വർദ്ധിച്ചു. എങ്കിലും ONGC ഓഹരികൾ അവരുടെ 52 വീക്ക് ഹൈയിൽ നിന്ന് ഏതാണ്ട് 25% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ടെക്നിക്കൽ അനാലിസിസ്. ONGCയുടെ ഒരു ടെക്നിക്കൽ അനാലിസിസ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട്, ലെവലുകൾ മാർക്ക് ചെയ്തിട്ടുണ്ട്.
മൂവിംഗ് ആവറേജസിൽ 50 മൂവിംഗ് ആവറേജ്, 100 മൂവിംഗ് ആവറേജ്, അതുപോലെ തന്നെ 200 മൂവിംഗ് ആവറേജ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഇൻഡിക്കേറ്ററുകളും കൂടി ഉപയോഗിച്ച് നമുക്കൊരു നല്ലൊരു പ്രഡിക്ഷൻ നടത്താൻ നമ്മളിവിടെ ശ്രമിക്കുന്നുണ്ട്. ധനം സ്മാർട്ട് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷന്റെ ഒരു പ്രഡിക്ഷൻ ചാർട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. രണ്ടാമതായി ബാങ്ക് ഓഫ് ബറോഡ ലിമിറ്റഡ്. ഗുജറാത്തിലെ വഡോദര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു ഇന്ത്യൻ സർക്കാർ പൊതുമേഖലാ ബാങ്കാണ് ബാങ്ക് ഓഫ് ബറോഡ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പൊതുമേഖലാ ബാങ്കാണിത്. 2023 ഡാറ്റയെ അടിസ്ഥാനമാക്കി ഫോബ്സ് ഗ്ലോബൽ 2000 പട്ടികയിൽ ബാങ്ക് 586 സ്ഥാനത്താണുള്ളത്. ടെക്നിക്കൽ പെർഫോമൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഷെയർ ഹോൾഡിംഗ്: പ്രൊമോട്ടർ 63.97%, FII 9.87%, DII 16.61%. ഇമ്പോർട്ടൻ്റ് റേഷ്യോസ്: നെറ്റ് പ്രോഫിറ്റ് 18,471, ഏണിംഗ് പെർ ഷെയർ 36.29, റേഷ്യോസ് 15.67. ടെക്നിക്കൽ ലെവൽസ്: ഓൾ ടൈം ഹൈ 299, 52 വീക്സ് ഹൈ 299, ലാസ്റ്റ് വീക്ക് ഹൈ 247. ബാങ്ക് ഓഫ് ബറോഡ പുതുവർഷത്തിൽ ഒരു പോസിറ്റീവ് നോട്ടിൽ തന്നെയാണ് ആരംഭിച്ചിരിക്കുന്നത്. മൂന്നാം പാദത്തിൽ അഡ്വാൻസുകളിലും ഇൻവെസ്റ്റ്മെന്റുകളിലും ശക്തമായ ഒരു വളർച്ച കാണിച്ചു തരികയും ചെയ്തു. ആഭ്യന്തര അഡ്വാൻസുകൾ വർഷം തോറും 11.76% വർദ്ധിച്ച് 2025 സാമ്പത്തിക വർഷത്തിൽ Q3 9.63 ലക്ഷം കോടി രൂപയായി. ആഭ്യന്തര നിക്ഷേപം 9.23% വർദ്ധിച്ച് 11.65 ലക്ഷം കോടി രൂപയായി. ബാങ്കിന്റെ ഗ്ലോബൽ ട്രെൻഡ്സും നിക്ഷേപങ്ങളും ശക്തമായ വളർച്ച കാഴ്ചവെച്ചു. അഡ്വാൻസുകൾ 11.65% ഉയർന്ന് 11.72 ലക്ഷം കോടി രൂപയായി. നിക്ഷേപങ്ങൾ 11.82% വർദ്ധിച്ച് 13.92 ലക്ഷം കോടിയായി. നൈനിറ്റാൾ ബാങ്ക്, ഇന്ത്യ ഫസ്റ്റ് ലൈഫ് ഇൻഷുറൻസ് തുടങ്ങിയ സബ്സിഡറികളിലൂടെ ശ്രദ്ധേയമായ ഇന്റർനാഷണൽ പ്രസൻസും MSME, കൃഷി, കോർപ്പറേറ്റ് സെക്ടറുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ബാങ്ക് ഓഫ് ബറോഡ ഇന്ത്യയിലെ 5ാമത്തെ വലിയ പൊതുമേഖലാ ബാങ്കായി മാറിയിരിക്കുന്നു. നിലവിലെ വില 232, സ്റ്റോക്ക് 6.37 എന്ന P റേഷ്യോയിലാണ് ട്രേഡ് ചെയ്യുന്നത്. ബാങ്ക് ഓഫ് ബറോഡയുടെ അണ്ടർ വാല്യുവേഷൻ റീറ്റെയിൽ, ഡിജിറ്റൽ വിപുലീകരണത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനാൽ ദീർഘകാല വളർച്ചാ സാധ്യതയുള്ള ഒരു ഉറച്ച നിക്ഷേപമായി ബാങ്ക് ഓഫ് ബറോഡ മാറുന്നുണ്ട്. നിക്ഷേപകർക്ക് ആകർഷകമായി മാറുന്ന ഈ ഒരു സ്റ്റോക്ക് സമീപകാലത്ത് 250-300 റേഞ്ചിൽ എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ടെക്നിക്കൽ അനാലിസിസ്, അതുപോലെ തന്നെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട്, ലെവലുകൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. മൂവിംഗ് ആവറേജസിൽ 50 മൂവിംഗ് ആവറേജ്, 100 മൂവിംഗ് ആവറേജ്, അതുപോലെ തന്നെ 200 മൂവിംഗ് ആവറേജ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഇൻഡിക്കേറ്ററുകളും കൂടി ഉപയോഗിച്ച് നമുക്കൊരു നല്ലൊരു പ്രഡിക്ഷൻ നടത്താൻ നമ്മളിവിടെ ശ്രമിക്കുന്നുണ്ട്. ധനം സ്മാർട്ട് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷന്റെ ഒരു പ്രഡിക്ഷൻ ചാർട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി കൺക്ലൂഷൻ: 2025 ആരംഭിക്കുമ്പോൾ നിക്ഷേപകർ ശ്രദ്ധിക്കേണ്ട മൂല്യം കുറഞ്ഞ മികച്ച പബ്ലിക് സെക്ടർ സ്റ്റോക്കുകളിൽ ONGCയും ബാങ്ക് ഓഫ് ബറോഡയും ഉണ്ട്. ONGC മികച്ച ഡിവിഡൻഡുകളോടെ ശക്തമായ ഫിനാൻഷ്യൽ സ്റ്റാറ്റസും വിപുലമായ വികസന പദ്ധതികളുമായി സ്ട്രോങ് ഇൻവെസ്റ്റ്മെന്റ് സാധ്യതകളും വാഗ്ദാനം ചെയ്യുന്നു. സ്ട്രോങ് എക്കണോമിക് പെർഫോമൻസും മികച്ച വളർച്ചാ കാഴ്ചപ്പാടുകളും സസ്റ്റൈനബിൾ ഇൻകവും നൽകുന്ന ഈ സ്റ്റോക്കുകൾ ഉയർന്ന മൂലധനവും മികച്ച ഒരു ട്രേഡിംഗും വാഗ്ദാനം ചെയ്യുന്നു. 2025 ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിന് മികച്ച 2 തെരഞ്ഞെടുപ്പായിരിക്കും ഈ 2 സ്റ്റോക്കുകൾ. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. വീഡിയോ കണ്ടതിൽ സന്തോഷം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ മറ്റുള്ളവർക്കും കൂടെ ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. ചെറിയ കമൻറ്റുകൾ എഴുതി നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.